കാറ്റത്തെ കിളികൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് നമ്മുടെ നിധിയോട് ഇഷ്ടമാണെന്ന് പറയുകയും നിധി എത്രത്തോളം സുധീഷിനെ വെറുക്കുന്നുണ്ടെങ്കിലും അത്രത്തോളം സുധീഷ് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി വല്ലാണ്ടായി നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പക്ഷെ എല്ലാം തരിപ്പണാവണ് നമ്മുടെ സുധീഷ് അതൊക്കെ സ്വപ്നം കാണുന്നതായിരുന്നു. അതിനുശേഷം നിധി വിളിച്ച് പറയുന്നു, സുധീഷേ കുറേ നേരമായാലും ഇവിടെ നിൽക്കണേ, ഞാനേ നിങ്ങളവിടെ തപസ് ചെയ്യണോ, ഞാനിരുന്ന് വേരുറച്ച് ഞാൻ പോകണം കേട്ടോ, വേണമെങ്കിൽ വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പേടിക്കുന്നു. ഈശ്വര, അപ്പം ഞാനിതൊന്നും പറഞ്ഞില്ലേ, ഇതൊക്കെ സത്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സുധീഷ് നിധിയുടെ കൂടെ അങ്ങനെ നിരാശയോടെ നടന്നു പോകണം. അങ്ങനെ എന്താ പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ കോടതിയിൽ നാളെ പോവല്ലേ, അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. ആ സമയത്ത് ഇത് സുധീഷിൻ്റെ ഒക്കെ ഒരു ക്ലാസ്മേറ്റിനെ കാണുന്നത്, സതീശൻ എന്നാണ് പേര്, അതും ആളുടെ ഗേൾ ഫ്രണ്ടും കൂടി വന്നിട്ട് രണ്ടുപേരും കൂടെ കടപ്പുറത്ത് നിന്ന് വഴക്കുണ്ടാക്കണം. അപ്പം നിധിയും സുധീഷും ഇടപെടും. അങ്ങനെ അവർ തമ്മിൽ എല്ലാവരും കൂടെ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കും. അപ്പോൾ സുധീഷ് പറയും, ഇതെൻ്റെ വൈഫ് നിധി എന്ന് പറയും. അങ്ങനെ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി അതിനെ എതിർക്കണമെന്നില്ല. പിന്നീട് പറയുന്നത്, ഈ സതീഷ് എന്ന് പറഞ്ഞ ആൾക്ക് ഈ പെൺകുട്ടീനെ ഇഷ്ടമാണ്, 3 വർഷമായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഈ പെൺകുട്ടി തിരിച്ചും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് സതീഷിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഫ്രണ്ട് എന്ന നിലയിൽ മാത്രമേ ഓക്കെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ എന്നെ പറ സിസ്റ്ററെ, ഇത് ന്യായമാണോ എന്ന് ചോദിക്കുന്നത് സതീഷ് നമ്മുടെ നിധിയോട്. അതിലെന്താ തെറ്റ്? ആ പെൺകുട്ടി പറഞ്ഞതല്ലേ സത്യം. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ സംസാരിക്കൂ. ഇഷ്ടമില്ലാത്ത ഒരാളെ എങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കുന്നത്, അതിനേക്കാൾ നല്ലത് ഫ്രണ്ടായിട്ട് തന്നെ കല്യാണം കഴിക്കാണ്ട് തന്നെ നടക്കണതല്ലേ. ഇത് കല്യാണം കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നതൊക്കെ പറയുന്നത്. അങ്ങനെ അയാൾ പിണങ്ങി പോകും. അപ്പം സുധീഷിനാകെ ടെൻഷനാവും, ദൈവമേ ഞാൻ പറയാഞ്ഞത് എത്ര നന്നായി, ഉള്ള സ്നേഹം കൂടെ നിധി ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടേനെ, എന്ന് നിധിക്ക് എന്നെ ഇഷ്ടമെന്ന് വന്ന് പറയുന്നതോ, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തേ പറ്റൂന്ന് പറയുന്നത്. പിന്നീട് അവർ രണ്ടുപേരും പോകും. അതിന് ശേഷം നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, കടപ്പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് സത്യത്തിൽ ഒന്നും പറയില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷിൻ്റെ വീടിന് സുഭാഷും നികേഷും കൂടെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹരീഷ് വരും. എന്താ രണ്ടുപേരും കൂടെ എങ്ങനെ നിൽക്കണേ? അല്ല, സുധീഷ് ഏട്ടനെ ഏട്ടത്തിനെയും കൊണ്ട് കടപ്പുറത്ത് ബീച്ചിൽ പോയിട്ടുണ്ടേ, മനസ്സ് തുറക്കാൻ വേണ്ടി പോയാണ്, ഒന്നില്ലെങ്കിൽ കോളാവും അല്ലെങ്കിൽ എന്താവും എന്നറിയില്ല, അപ്പം ആ ഒരു ടെൻഷനിൽ നിൽക്കണ ചേട്ടൻ എന്ന് പറഞ്ഞേ. സുഭാഷ് ഏട്ടാ, ഓ അതിപ്പോൾ എന്നിട്ട് ആലോചിക്കാനുള്ളത് സുധീഷ് ഏട്ടനല്ലേ, അത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞോളൂ, നന്നായി തന്നെ നടക്കും, നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും സുധീഷും നിധിയും നടന്നു വരുന്നുണ്ടാവും. അതേ വരുന്നെന്ന് പറയും. ആ മോളെ, മഴച്ചാറിലൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല സുഭാഷ് ഏട്ടാ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയാതെ എനിക്ക് ഭയങ്കര തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് പോവും. അപ്പോൾ നികേഷിനും ഹരീഷിനും കാര്യം മനസ്സിലാവണ്ട, കൊള്ളായത് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, അല്ല മോളെ, നിങ്ങൾ എന്തിനാ പോയത് ഇങ്ങനെ വെറുതെ ചോദിക്കും. അതേ, നാളെ കോടതിയിൽ പോകേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ വല്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് സുധീഷ് വിളിച്ചിട്ട് പോയാണ് സുഭാഷ് ഏട്ടാന്ന് പറയും. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവർക്കും മനസ്സിലായി. സുഭാഷ് ഏട്ടാ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടോ? മോള് ഫ്രഷായി വായോ, ഞാൻ കഴിക്കാൻ തരാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോകും. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി ചോദിക്കട്ടെ സുധീഷ് ഏട്ടനോട്. നിർഭയെ വേണ്ട ദേഷ്യപ്പെടും, ആളവിടെ കിടന്ന് ആൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രിന് ചേട്ടനും അനിയനും കൂടി പായൊക്കെ ഇടുന്നുണ്ട്. അപ്പം സുധീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. വന്നോ, തലവേദന കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. എന്താടാ കെടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ല എന്നോട് കെടുക്കണില്ലേ എന്നൊക്കെ. ഞാൻ എത്രയോ തവണ ഈ വീട്ടിലിങ്ങനെ വിഷമിച്ച് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കാര്യത്തിന് പോയി, എന്തായി ഏതായി എന്നൊന്ന് ചോദിച്ചു. ഞാൻ എത്ര നേരമായി ആ മുറിയിൽ കിടക്കണ്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്നോ, ഒന്ന് അന്വേഷിക്കാൻ വന്നോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ നല്ല ആളല്ല, നിങ്ങളെന്തിനാ ദേഷ്യപ്പെടുന്നത്, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രത്യേകതയൊക്കെ ഉണ്ടാ, നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾ കഴിക്കും, മറ്റുള്ളവർ കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കാറില്ലല്ലോ എന്ന് ഹരീഷും പറയും. അത് പിന്നെ എന്ന് പറയും. അതെ എന്ന് പറയും. അപ്പോൾ സുധീഷിനോട് നികേഷ് പറയും, അതെ ഞാനിവിടെ പനിച്ച് തുള്ളി കിടന്നപ്പോൾ എന്നോടൊന്ന് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നെ ഒന്ന് നോക്കിയോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് രാത്രിയല്ലേ കയറി വന്നേ എന്ന് ചോദിക്കുന്നു. അത് കേട്ടോടുകൂടി സുധീഷിൻ്റെ നാവ് ഇറങ്ങിപ്പോണ്. സത്യം തന്നെയാണ് എന്ന് സുഭാഷ് പറഞ്ഞു കഴിഞ്ഞിട്ട് താലാട്ടിക്കൊണ്ട് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. ഇത് പ്രത്യേകിച്ചൊന്നും എപ്പിസോഡിലൊന്നും കാണിക്കുന്നില്ല. പ്രേമഭാഗത്താണെങ്കിൽ നമ്മുടെ സുഭാഷ് ഏട്ടൻ നിധിയോട് ഇങ്ങനെ മനസ്സ് തുറക്കണ്. ഞാൻ വിചാരിച്ചു കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നു, അതാണ് മോളെ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയും. അത് സുഭാഷ് ഏട്ടൻ, ഞാൻ സുധീഷിന് ഒരു സെക്കൻഡ് പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ മനസ്സിൽ പോലും സുധീഷിന് അങ്ങനത്തെ ഒരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടില്ല. സുധീഷിനും അങ്ങനെ തന്നെയാണ് സുഭാഷ് ഏട്ടാ എന്ന് പറയുന്നത്. സുധീഷിന് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഒരിക്കലും പങ്കാളിയായി ലൈഫ് പാർട്ട്ണറായിട്ടുള്ളൊരു ഇഷ്ടമല്ലാന്ന്
നമ്മുടെ നിധി സുഭാഷ് ചേട്ടനോട് തുറന്ന് പറയണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ അത് കേട്ടിട്ട് വല്ലാത്ത വിഷമായി നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ തകർന്ന് തരിപ്പണായി നിൽക്കുന്നുണ്ട് നമ്മുടെ സുധീഷും. പിന്നെ കാണിക്കുന്നത് കോടതിയിലേക്ക് കയറുന്നതാണ്. കോടതിയിലാണോ വക്കീലാണോ എന്നറിയില്ല, വക്കീൽ ഓഫീസിലേക്കാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ കയറുന്നുണ്ട്. അപ്പോൾ സുധീഷിൻ്റെ മുഖം കണ്ടപ്പോൾ മേഡത്തിന് മനസ്സിലായി സുധീഷിന് ഈ വിവാഹമോചനത്തിൽ താല്പര്യമില്ലാന്നും നിധിക്ക് മാത്രമാണ് താല്പര്യം എന്നുള്ള കാര്യം ആ മേഡം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു സുധീഷിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ. കാരണം സുധീഷിൻ്റെ മുഖത്ത് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.